നീറ്റിന് ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 65 ദിവസമാണുള്ളത്. പക്ഷേ ഇപ്പോഴും ഭൂരിഭാഗം ആളുകളുടെയും സ്കോർ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ഒരു 450 അല്ലെങ്കിൽ ഒരു 400 റേഞ്ചിലാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രോപ്പർ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് അനുസരിച്ച് പഠിക്കാത്തതാണ്. ഇപ്പം മോഡൽ എക്സാമിനൊക്കെ ഒരു 450 400 റേഞ്ചിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററിന് അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ആണെന്ന്. നമ്മളുടെ നീറ്റ് എക്സാമിന് ചില ചാപ്റ്ററിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ ചോദിക്കും. ചില ചാപ്റ്ററിൽ നിന്ന് ചിലപ്പോൾ ചില വർഷങ്ങളിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറേ ഇല്ല. ചില ചാപ്റ്ററിൽ നിന്ന് 4-5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം നമ്മൾ ഈ സ്കിപ്പ് ചെയ്ത് പഠിക്കുന്നത് 4-5 ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ സ്കോർ താഴെ പോകുന്നതിന് നമുക്കൊരു കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ആദ്യം പറയുന്നത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ്, അതായത് 4 മുതൽ 6 വരെ ക്വസ്റ്റ്യൻസ് നീറ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സ് ആണ് ആദ്യം പറയുന്നത്. അപ്പോൾ നമുക്ക് ബയോളജിയിൽ ആദ്യം ബോട്ടണിയിൽ നിന്ന് തുടങ്ങാം. ബോട്ടണിയിൽ 4 മുതൽ 6 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ജെനറ്റിക്സിൻ്റെ ചാപ്റ്റർ 1 പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, രണ്ടാമത്തത് ജെനറ്റിക്സിൻ്റെ ചാപ്റ്റർ 2 മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇതൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ചാപ്റ്റേഴ്സാണ്. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എല്ലാ വർഷവും 4 ക്വസ്റ്റ്യൻസ് മിനിമം ചോദിക്കാറുള്ള ചാപ്റ്ററാണ്. പക്ഷേ അതൊന്നും നമ്മുടെ ശ്രദ്ധയിൽ പെടുന്ന ചാപ്റ്റേഴ്സ് അല്ല. പിന്നെ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ആ ഒരു ചാപ്റ്ററിൽ നിന്നും 4, 5, 6 എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. 4 മുതൽ 6 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സാണ്. ഇനി ഞാൻ മീഡിയം വെയിറ്റേജ്, ബോട്ടണിയിൽ മീഡിയം വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് പറയാം. അതായത് 2 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഫോട്ടോസിന്തസിസ്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, പ്ലാന്റ് കിങ്ഡം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഫോട്ടോസിന്തസിസ്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, പ്ലാന്റ് കിങ്ഡം. ഈ ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്ന് 2 മുതൽ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി നമുക്ക് അപ്പോൾ സുവോളജിയിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ്, അതായത് 4 മുതൽ 6 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമൽ കിങ്ഡം, ബയോമോളിക്യൂൾസ്, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, ബയോടെക്നോളജി ചാപ്റ്റർ 1 അതായത് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഈ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ 4 മുതൽ 6 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ മീഡിയം വെയിറ്റേജ് ചാപ്റ്റേഴ്സ് നമ്മൾ സുവോളജിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, എവല്യൂഷൻ. ഈ ലാസ്റ്റ് പറഞ്ഞ അതായത് മീഡിയം വെയിറ്റേജ് ചാപ്റ്ററിൽ നിന്ന് 2 മുതൽ 4 ക്വസ്റ്റ്യൻസ് ആണ് സാധാ ചോദിക്കാറ്. അപ്പോൾ ഹൈ വെയിറ്റേജും മീഡിയം വെയിറ്റേജും സുവോളജി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കെമിസ്ട്രി പറയാം. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് 2 മുതൽ 4 ക്വസ്റ്റ്യൻ വരെ വരാവുന്ന ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. പിന്നെ ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതേഴ്സ്, പിന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് നൈട്രജൻ, പിന്നെ ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ ഈ 4 ചാപ്റ്റർ, ഓർഗാനിക് കെമിസ്ട്രിയിലെ ഈ 4 ചാപ്റ്റേഴ്സാണ് ഏറ്റവും വെയിറ്റേജ് ഉള്ളത്. അതായത് കെമിസ്ട്രിയിൽ 2 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. 2 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ, ഇക്വിലിബ്രിയം ഒക്കെയാണ്. അപ്പം ഫിസിക്കൽ കെമിസ്ട്രിയിൽ 2 മുതൽ 4 ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സാണ് കെമിക്കൽ ബോണ്ടിങ്ങും ഇക്വിലിബ്രിയവും. പിന്നെ നമ്മൾ മീഡിയം വെയിറ്റേജ് ചാപ്റ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു 1 to 3 റേഞ്ചിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെമിക്കൽ കൈനറ്റിക്സ്, ഇലക്ട്രോ കെമിസ്ട്രി, ബയോമോളിക്യൂൾസ്, ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ്, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ ഈ ഒരു 5 ചാപ്റ്റേഴ്സിൽ നിന്ന് ഒരു 1 മുതൽ 3 ക്വസ്റ്റ്യൻസ് സാധാ എല്ലാ കൊല്ലവും വരാറുണ്ട്. ഇനി നമ്മൾ ഫിസിക്സിലേക്ക് പോകും. ഫിസിക്സിലെ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറൻറ്റ് ആൻഡ് മാഗ്നറ്റിസം. അതിനകത്തിൽ 3 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസസ്, അതിൽ നിന്നും 4 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, അതിൽ നിന്നും 4 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഒരു മീഡിയം വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. ഈ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ ഒരു 1 to 3 റേഞ്ചിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, കറൻറ്റ് ഇലക്ട്രിസിറ്റി, കൈനമാറ്റിക്സ്, തെർമോഡൈനാമിക്സ്, റേ ഒപ്റ്റിക്സ്, ഓൾട്ടർനേറ്റീവ് കറൻറ്റ്. ഈ ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്ന്, ഈ ഒരു 8 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഒരു 1 to 3 ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു മീഡിയം വെയിറ്റേജ് ചാപ്റ്റേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ഒരു 60 ഡേ റോഡ് മാപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മെമോനീറ്റ് ആണ് കേട്ടോ. അപ്പോൾ മെമോനീറ്റിൻ്റെ ബ്രഹ്മാസ്ത്ര ടെസ്റ്റ് സീരീസ് ഉണ്ട്. അവർക്കതിന് പറയാനായിട്ടുള്ളൊരു എവിഡൻസും കൂടെ ഉണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നീറ്റ് 2025 96% ക്വസ്റ്റ്യൻസും അവർ ഡിസ്പ്ലേ ചെയ്ത് അവരുടെ ക്വസ്റ്റ്യൻസിൽ നിന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. അതായത് റിവിഷൻ ചെയ്യാനാണെങ്കിലും ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനാണെങ്കിലും ഒക്കെ നിങ്ങൾക്കൊരു നല്ല പ്ലാറ്റ്ഫോമാണ്.
അപ്പോൾ എന്താണ് ഇവർ നിങ്ങൾക്കൊരു 60 ഡേയ്സ് റോഡ് മാപ്പ് സെറ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ബയോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള നീറ്റിൻ്റെ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF കിട്ടും. അപ്പോൾ അത് നമുക്ക് റെഫർ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് അവരൊരു മിസ്റ്റേക്ക് ബുക്ക് പ്രിപ്പയർ ചെയ്യും. നിങ്ങളിപ്പോൾ ഫിസിക്സിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ വരുത്തുന്ന മിസ്റ്റേക്ക് വെച്ചിട്ട് ഒരു ഫിസിക്സിൻ്റെ മിസ്റ്റേക്ക് ബുക്ക്, കെമിസ്ട്രിയിൽ വരുത്തുന്ന ക്വസ്റ്റ്യൻസ് വെച്ച് കെമിസ്ട്രിയുടെ ഒരു മിസ്റ്റേക്ക് ബുക്ക്, ബയോളജിയിൽ വരുത്തുന്ന ക്വസ്റ്റ്യൻസ് വെച്ച് ബയോളജിയിൽ ഒരു മിസ്റ്റേക്ക് ബുക്ക് അവർ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരും. പിന്നെ നിങ്ങൾക്ക് അവരുടെ തന്നെ കസ്റ്റം ടെസ്റ്റുകൾ ഉണ്ടാവും. അതായത് ഫിസിക്സ് ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു 4-5 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്ത് ക്ലബ് ചെയ്ത് അതിൻ്റെ എക്സാംസ് ആയിട്ട് നടത്താം. അതായത് നമ്മുടെ ഫിസിക്സിൻ്റെ നീറ്റിൽ വരുന്ന പോലെ 180 മാർക്ക് ഫിസിക്സ്, 180 മാർക്ക് കെമിസ്ട്രി, 360 മാർക്ക് ബയോളജി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ കൈനമാറ്റിക്സ് നിങ്ങൾക്ക് സ്ട്രേറ്റ് ലൈൻ വേണം, തെർമോഡൈനാമിക്സ് വേണം, അതുപോലെ തന്നെ റയോപ്റ്റിക്സ് വേണം, വേറെ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചു വരുന്ന 3 ചാപ്റ്റേഴ്സ്, അതിൽ നിന്ന് അവർ തന്നെ 180 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കസ്റ്റം ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ആപ്പിനകത്തിൽ ഇതുപോലെ ഒരു 60 ഡേ പ്ലാനർ ഉണ്ട്. അതായത് 60 ദിവസം കൊണ്ട് ഇൻക്ലൂഡിങ് റിവിഷൻ ടെസ്റ്റ് നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവർ തന്നെ നിങ്ങൾക്കൊരു ഷെഡ്യൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 8 മണിക്ക് ഇപ്പോൾ നിങ്ങൾ ബേസിക് മാത്തമാറ്റിക്സ് പഠിക്കുക, കൈനമാറ്റിക്സ് പഠിക്കുക, പിന്നെ 12 മണിക്ക് നമ്മൾ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി പഠിക്കുക. അതായത് സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഇതൊരു നല്ല സംഭവമാണ്. കാരണം നിങ്ങൾക്ക് ഇതിനകത്തിൽ റിവിഷൻ ചെയ്യാനായിട്ടുള്ള സ്ലോട്ട് അവർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ലോട്ടുണ്ട്, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള സ്ലോട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സരസ്വതി പ്ലാൻ എന്ന് പറഞ്ഞ് വേറൊരു പ്ലാൻ ഉണ്ട്. അതിനകത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് മാത്രമായിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം നമ്മൾ പ്രീവിയസ് ഇയറിലെ റിസൾട്ട്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു നല്ല പ്ലാറ്റ്ഫോമാണ്. നീറ്റ് 2023 92% ക്വസ്റ്റ്യൻസ് ഇവരുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 24-ലായപ്പോഴത്തേക്ക് അത് 95% ആയി. 25-ലായപ്പോഴത്തേക്കും 66% ക്വസ്റ്റ്യൻസ് മെമോ നീറ്റിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി നോക്കാം കേട്ടോ. ശരി.